நமஸ்காரம். என்ன சின்னம் தம்பி ராஜாமணி, நாட்டு பிரமாணிகளൊക്കെ வந்திருக்க, என்ன சமாச்சாரம்? விட்டு என்ன நாட்டு பிரமாணி? நவராத்திரி வருது. நம்ம கிராமத்துல நவராத்திரி வருதுன்னா உங்களை வந்து காரணம் தானே அதுக்கு அர்த்தம். நீங்களே முதலாளா இருந்து நவராத்திரி முடிச்சு வைக்கணும். நீங்க தான் கம்மட்டி சேர்மான். போலீஸ் டிஐஜி மகாலிங்கம் செக்ரட்டரி, സ്റ്റേറ്റ് ബാങ്ക് ചിദംബരം ട്രഷറർ. അപ്പോ ഇത്തവണ ആരുടെ ആവണം കച്ചേരി? അതുകൂടെ പറയാനാ വന്നത്. ഈ വർഷം സംഗീത ശ്രീവട്ടം നേടിയ ശ്രീനിവാസ് അയ്യരെ കിട്ടുമോ നീങ്ക சொன்னா? ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ അവൻ വരും. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ. എന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അവൻ മാറില്ല. എന്നാൽ ഇത്തവണത്തെ നവരാത്രി കെങ്കേമമായി. പിന്നെ നിങ്ങളെ കുറിച്ചുള്ള എന്റെ പുതിയ കഥ എങ്ങും ചെന്നെത്തുന്ന ലക്ഷണമില്ല. ഇനി നിന്റെ അവളുടെ പഠിപ്പ് തീരാൻ 6 മാസമേ ഉള്ളൂ. മനസ്സിൽ സ്നേഹവും ആരാധനയും ഒളിപ്പിച്ചു വെച്ച് നടന്നാല് അവൾ അവളുടെ പാട്ടിന് പോകും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ കൃഷ്ണേട്ടൻ പറയുന്നത്? ഉള്ള കാര്യം നീ അങ്ങ് തുറന്നു പറയണം. അതെങ്ങനെയാ? മൂപ്പിന്ന് രാവിലെ മോളെയും കെട്ടിയെടുത്തോണ്ട് ആ ചക്ര വണ്ടിയിൽ വരുന്നത്. വൈകുന്നേരം ആവുമ്പോ അതേ തന്നെ കയറ്റി സ്ഥലം വിടുകയും ചെയ്യും. ഇതിനിടയിൽ എവിടെ സംസാരിക്കാൻ ചാൻസ് കിട്ടുന്നത്? എന്നാ വണ്ടിയിലുള്ള വരവൊക്കെ നിർത്തണം. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. 2 നാരങ്ങയുടെ ചിലവേ ഉള്ളൂ, വണ്ടിയുടെ ഗെൽത്ത ഇളവും. നവരാത്രി വരുന്നു. ഗ്രാമത്തിൽ എല്ലാവർക്കും നിന്റെ കച്ചേരി കേൾക്കണമെന്ന് വലിയ മോഹം. പ്രസിഡന്റ് ആയ സ്ഥിതിക്ക് എനിക്ക് പിന്മാറാൻ പാടില്ലല്ലോ. ஐயோ வைத்தி, ஒன்னும் தப்பா நினைக்க கூடாது. நவராத்திரி நாள் மைசூர் പാലസിലെ ഒരു കച്ചേരി ഏറ്റുപോയല്ലോ എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. നീ എന്റെ ഗ്രാമത്തിൽ വന്ന് ആ കച്ചേരി അഴകാ പാടണം. ஆமா, எந்த சிஷ்யன்மாരെ ആരെങ്കിലും അയച്ചാലോ? ഇംപോസിബിൾ. உனக்கு என்னோட பெருசா மைசூர் பேலஸ்? என்னப்பா சொல்ற நீ? கர்நாடக சங்கீதம் இன்னைக்கு பிக் பிசினஸ் ஆகி போச்சு. கேசட் ரங்கத்து തന്നെ ടേൺ ഓവർ എവ്വളവുന്ന് தெரியுமா உனக்கு? കിട്ടുന്ന ചാൻസ് മുതലാക്കി ഇല്ലെങ്കിൽ നാളേക്ക് ദുഃഖിക്കേണ്ടി വരും. மைசூர் பேலஸில் பாடப்போனால் கிடைக்கிற மெட்டீரியல் பெனிஃபிட் எவ்வளவுன்னு தெரியுமா உனக்கு? അതെല്ലാം ശരി. ഞാൻ കച്ചേരിക്ക് പേര് അനൗൺസ് ചെയ്തു പോയല്ലോ. ഇറ്റ് ഈസ് മൈ പ്രസ്റ്റീജ്. യു ഷുഡ് കം. ഈ നാരങ്ങ മുഴുവൻ പോക്കുകളിനകത്ത് അടിച്ചു കയറ്റിയാൽ മൂപ്പിലാനെന്ന വഴി കിടക്കും. മോളിറങ്ങി നടക്കും. പുകക്കൊഴലിൽ പോടുறதுக்கு எதுக்கு 5 നാരങ്ങ? കുഴലിൽ 1 പോட்டுக்கிட்டு மீதி புழிஞ்சு சாப்பிடலாமே. ഒന്ന് പോടാ എച്ചി പട്ടറേ. നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയോ? ഈ കാറ് 4-5 ദിവസം ഓടായിരുന്ന വയറ് നിറച്ച് കാപ്പി എന്റെ വക. அப்படின்னா நான் ரெடி. ഞാൻ എത്ര നാളായി പറയുന്നു ഈ ചക്രാവണ്ടി ഒന്ന് മാറ്റാൻ. ചേട്ടാ, ഒരു കുഴപ്പമില്ലായിരുന്നാണല്ലോ. മോളിറങ്ങി നടന്നോ. ഞാൻ വർക്ക്ഷോപ്പിൽ നാളെ കൂട്ടി നന്നാ കഴിച്ചു വരാം. വിഷയം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എങ്ങനെ പറയണോന്നറിയില്ല. സത്യം പറഞ്ഞ പറയണോ പറയാമോ എന്ന് തന്നെ അറിയില്ല. എങ്ങനെ പറയാനാ? പറയാതിരുന്നാൽ എനിക്കിപ്പോ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന കണ്ടീഷനാ. എന്താപ്പ വേണ്ടത്? പറയാം. എന്നോട് പൊതുവെ പെൺകുട്ടികൾക്ക് ദേഷ്യമാണെന്ന് കോളേജിൽ ഒരു ടോക്കുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ സമർത്ഥിക്കാൻ വേണ്ടി ഒരു ബെറ്റ് വെച്ചു. നാളെ ഒരു പെൺകുട്ടിയെ ക്യാൻറ്റീനിൽ കൊണ്ടുവന്ന് കാപ്പി വാങ്ങിച്ചു കൊടുക്കാം. 200 രൂപ. എന്നെ സംബന്ധിച്ചിടത്തോളം 200 രൂപ വലിയൊരു തുകയാണ്. എന്നോട് സഹായിക്കണം.
വല്ലാതെ പാട് തന്നെ. ആരാണ്? പിന്നെ പിന്നെ എന്റെ സ്നേഹം ഇത്ര ക്രൂരമായി ചവിട്ടി തേച്ച് കളഞ്ഞത് കഷ്ടമായി പോയി കേട്ടോ. ഒരു കഷ്ടമില്ല. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. എനിക്ക് എന്തിന്റെ കുറവാ? ഞാനൊരു സുന്ദരനാണെന്ന് ജനനിക്കറിയാം. നല്ലൊരു പാട്ടുകാരനാണെന്ന കാര്യത്തിലും ബുദ്ധിമാനാണെന്ന കാര്യത്തിലും ജനനിക്ക് സംശയമില്ല. ഇതിൽ കൂടുതൽ ഗോൾഡൻ ചാൻസ് വേറെ ഏത് പെണ്ണിന് കിട്ടും ഈ രാജ്യത്ത്? ഇവിടെ മിടുക്കനായ ഒരു ഭർത്താവിനെ കിട്ടാൻ പെൺകുട്ടികൾ പൂജ കഴിക്കുന്നു, തിങ്കളാഴ്ച വ്രതം നോക്കുന്നു. ഇതൊന്നുമില്ലാതെ 100% സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഹൃദയവുമായി നല്ലൊരു സുമുഖനും സർവോപരി നല്ലൊരു പാട്ടുകാരനുമായ ഒരു ചെറുപ്പക്കാരൻ കാണിക്ക വെച്ച സ്നേഹം എന്തുകൊണ്ട് ചവിട്ടി തേച്ച് കളഞ്ഞു? ഞാൻ വിശ്വനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ജനനിയുടെ മനസ്സ് വെമ്പുന്നു എന്ന് എനിക്കറിയാം. പറയാൻ നാണമാണെങ്കിൽ ഒന്ന് ചിരിച്ചാ മതി. ചിരിക്കൂ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഇഷ്ടമില്ലാത്തോണ്ട്. ആ, എന്തുകൊണ്ടാണ് ചോദിച്ചത്? പറയണോ? ആ, ആൽമരത്തിൽ ജമന്തി പൂ പൂക്കോ? ആൽമരത്തിൽ ജമന്തി പൂ പൂക്കോ? ഇല്ല. വെള്ളത്തിൽ വിളക്കുകൾ കത്തുവോ? ഇല്ല. ആരോണത്തിൽ മാത്രം ഒരു ഗാനം പാടുവോ? ഇല്ല. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനാവോ? ഇല്ല. നിനക്ക് എന്താണ് ചേക്ക തലയ്ക്ക് വല്ല? കൃഷ്ണേട്ടന്റെ കാശുണ്ടോ? കൊണ്ടേ തന്നെ തരാൻ പറ്റുമോ? നിന്റെ തോന്നിവാസനൊന്നും തരാൻ എന്റെ കാശില്ല. നിനക്ക് ആകെ ഒരു മാസം ചെലവിന് കിട്ടുന്ന 250 തൊലിയാ. അതെടുത്ത് എണ്ണയും പൂവും വാങ്ങിച്ചാ പിന്നെ ഈ മാസം മുഴുവൻ എന്തെടുത്ത് നക്കും? അതടുത്ത പ്രശ്നം. ചേട്ടാ, എന്നെ അങ്ങനെ ആരെങ്കിലും എളുപ്പം തോപ്പിക്കാമെന്ന് വെച്ചാൽ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടോ? അതൊരു പെണ്ണ്. എന്തായി പറയുന്നത്? അത് വരാമെന്ന് നേട്ടതല്ലേ? ഇപ്പൊ നവരാത്രി കൊണ്ട് പാടാൻ പോകണമെന്ന് പറഞ്ഞ് എഴുത്തും കൊടുത്ത് അയച്ചാൽ ഇത്രയും പേർക്ക് ഞാൻ ഉത്തരം പറയണ്ടേ? എനിക്കതൊന്നും അറിയില്ല. ഈ എഴുത്ത് തരാൻ പറഞ്ഞു. ഞാൻ പോട്ടെ. ഈശ്വര, എന്റെ മാനം പോവില്ലേ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാരെങ്കിലും വന്നാലും പോരെ? തൽക്കാലം രക്ഷപ്പെടാമായിരുന്നു. ആര് വരാനാ? ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ കച്ചേരി ഇടാൻ പോയിട്ടുണ്ടാവില്ലേ? എന്ത് ചെയ്യാ? അപ്പ എന്നോട് മാനം പോച്ചമ്മ. എന്താ ചെയ്യാ? ആളുകൾ ബഹളം കൂട്ടാൻ തുടങ്ങി. சித்தப்பா 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 நம்ம தப்பிச்சுட்டாரு. அவர் சிஷ்யம் வந்துட்டாரு பாடுறதுக்கு. ശിഷ്യനോ? ஆமா, அவருடைய பிரதான சிஷ்யன் நீலகண்ட பாகவதர். എങ്ങ இருக்கு? அவர் கார்ல ரெஸ்ட் எடுக்கிறார். ஜனங்க கலாட்ட பண்றாங்க. சித்தப்பா சீக்கிரம் வாங்க வாங்க. സഹൃദയരെ, സംഗീതരത്നം ശ്രീ ശ്രീനിവാസൻ ഭാഗവതർക്ക് തൊണ്ടയ്ക്ക് അസുഖമായതുകൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചില്ല. പകരം അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായ ശ്രീ നീലകണ്ഠ ഭാഗവതർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം കച്ചേരി ആരംഭിക്കുന്നതാണ്.
സ്വരരാഗമേ ആ ആ സ്വരരാഗമേ മനസ്സിൽ നീയുണരുമ്പോൾ അനുരാഗമോ പൂവുകളിൽ പുലരികളിൽ പുതിയ ലഹരി നിറയും അളവിൽ തേവി സ്വരരാഗമേ മനസ്സിൽ നീയുണരുമ്പോൾ അനുരാഗമോ പൂവുകളിൽ പുലരികളിൽ പുതിയ ലഹരി നിറയും അളവിൽ തേവി സ്വരരാഗമേ പവിഴങ്ങൾ ചിരി തൂകും നിൻ ജീവനിൽ മൊഴി തേടും വിരഹത്തിൻ ശ്രുതിയാണു ഞാൻ പവിഴങ്ങൾ ചിരി തൂകും നിൻ ജീവനിൽ മൊഴി തേടും വിരഹത്തിൻ ശ്രുതിയാണു ഞാൻ ജന്മവും പ്രണവദീപമാ ഒടുവിൽ നിന്നിൽ ഞാൻ തെളിയും ഒരു നിമിഷം ജന്മവും പ്രണവദീപമാ ഒടുവിൽ നിന്നിൽ ഞാൻ തെളിയും ഒരു നിമിഷം സ്വരരാഗമേ മനസ്സിൽ നീയുണരുമ്പോൾ അനുരാഗമോ പൂവുകളിൽ പുലരികളിൽ പുതിയ ലഹരി നിറയും അളവിൽ ദേവി സ്വരരാഗമേ ആൽമരത്തിൽ ജമന്തി മലരുകൾ സ്വരമാവുമോ വെള്ളവും തെളിയും അഗ്നിയായടിയനുള്ളവും കുളിരുമോ ആരോഹണത്തിൽ സ്വരജതികളിൽ ഇനി ഞാൻ പാടുമോ സസ സമ മഗ സമഗ സമഗ സ ഗഗനി നിനിദ മനിദ മനിദമ ഗമദനി നീനി മദനി സാ സാ സ സഗനിദ 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 സഗ 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 മദ 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 നിസ 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 സഗ മഗ മദ നിസ നിസഗ 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 മഗ സ നിസ ഗമ തീം തരികിടതോ അല്ല പുരുഷു ധൂം തരികിടത്തോ ധൂം തരികിടത്തോ ആമാ അടുത്ത തീം തരികിടത്തോ പുരുഷു അപ്പറ ഞാൻ ചൊല്ലിത്തറ തൈ തൈ ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ തൈയും തത്ത തൈ തൈ ദിദി തൈ തൈയും തത്ത തൈ തൈ ദിദി തൈ തൈയും തത്ത. എന്താ എത്ര ശ്രദ്ധക്കുറവ്? എത്ര പ്രാവശ്യം പറഞ്ഞു? വൈകി വീട്ടിൽ പോയിക്കോളൂ. ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ 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 ദിദി തൈ തൈ.
ആൽമരത്തിൽ ജമന്തി പൂത്തു, വെള്ളത്തിൽ വിളക്കുകൾ കത്തി, ആരോഹണത്തിൽ ഗാനവും പാടി. നമ്മുടെ കാര്യം എന്തായി? గమపదనీదపమా నీ సరిగమ విరి సరిగా గమపదనీదపమా నీ సరిగమ విరి సరిగా